നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാറ്റോൺ അനാലിസിസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറ്റോൺ ചെയ്യുമ്പോഴേ ആദ്യമേ കാറ്റോൺ ചെയ്യുമ്പോൾ നമ്മൾ സീറോ ഗ്രൂപ്പാണ് നോക്കേണ്ടത്. ഗ്രൂപ്പ് അനാലിസിസ്, ഗ്രൂപ്പ് ടെസ്റ്റ് ആദ്യം ചെയ്യണം. ഗ്രൂപ്പ് ടെസ്റ്റ് സീറോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് ഇത്രയും നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ മിക്കയിടത്തും ഈ സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യേണ്ട, കാരണം അത് കളേഡ് സോൾട്ടാണ്. ഓക്കെ, അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏതാ? സീറോ ഗ്രൂപ്പാണ്. സീറോ ഗ്രൂപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. എന്താണ് ചെയ്യേണ്ടത്? സോൾട്ട് എടുക്കുക, അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിനകത്ത് സോഡിയം കാർബണേറ്റ് ഒഴിക്കണം. മാറിപ്പോയത് സോഡിയം കാർബണേറ്റ് ആണ്, അമോണിയം കാർബണേറ്റ് അല്ല, സോഡിയം കാർബണേറ്റ് ഒഴിക്കണം. ഒഴിച്ച് കഴിയുമ്പോൾ നോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സീറോ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. നോ പ്രസിപ്പിറ്റേറ്റ് ഇതെടുത്ത് പറയണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ ഗ്രൂപ്പും നേരെ തിരിച്ചാണ്, മനസ്സിലാക്കുക. അതായത് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പുകളെല്ലാം പ്രസൻ്റ് ആകത്തുള്ളൂ. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ എന്താണ് സീറോ ഗ്രൂപ്പ് ആബ്സെൻസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് അമോണിയത്തിൻ്റെ സോൾട്ടാണ്, അതുകൊണ്ടാണ്. ഇനിയും എങ്ങനെയാണ് അതിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്? അപ്പം ഗ്രൂപ്പ് മനസ്സിലായല്ലോ, അമോണിയത്തിൻ്റെ ഗ്രൂപ്പ് മനസ്സിലായ സീറോ ഗ്രൂപ്പാണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ അനാലിസിസ്? അതിന് നമുക്ക് 2 ടെസ്റ്റ് ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് തന്ന സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തോട്ട് അല്പം നെസ്ലേസ് റിയേജൻറ്റ് ഒരു പ്ലാസ്റ്റിക് ബോർഡിനകത്ത് നമുക്കറിയാതെ അതങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്താൽ ആ കിട്ടുന്ന അല്ലെങ്കിൽ അമോണിയം കൺഫേം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എന്താ ഒഴിക്കേണ്ടത്? നെസ്ലേസ് റിയേജൻറ്റ്. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് എന്താണ്? ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ അമോണിയം കൺഫേംഡ് ആയി. അപ്പോൾ ഒന്നാമത്തെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് പറയാൻ പോവാണ്. അതിന് ചെയ്യേണ്ടത് തന്ന സോൾട്ട് അല്പം എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, മാറിപ്പോരുത്, അമോണിയം ഹൈഡ്രോക്സൈഡ് കോരി ഒഴിക്കല് കേട്ടോ, പ്രത്യേകം ഞാൻ പറയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ച് നല്ലോണം അടച്ചു പിടിച്ചങ്ങ് ഷേക്ക് ചെയ്യണം. എന്നിട്ട് ഈ പിടി വിടരുത് കേട്ടോ, നിങ്ങൾ ഈ വിരൽ വിടുന്ന് മാറ്റരുത്, ഇങ്ങനെ അടച്ചു വെച്ചേക്കാണല്ലോ. അതിനുശേഷം ഒരു ഗ്ലാസ് റോഡ് എടുക്കുക. ആ ഗ്ലാസ് റോഡ് നിങ്ങൾ കോൺസ്റ്റന്റ് SCl മുക്കണം. എവിടെയാണ്? കോൺസ്റ്റന്റ് SCl മുക്കണം. മുക്കിയിട്ട് ആ ഗ്ലാസ് റോഡ് അതിനകത്തോട്ട് കാണിക്കുമ്പോൾ നല്ല തിക്ക് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ അമോണിയം. ആ ഉണ്ടാകുന്ന പുക എന്ന് പറഞ്ഞ് വെളുത്ത പുക എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡിൻ്റെ ആണ്. അമോണിയം ക്ലോറൈഡിൻ്റെ വെളുത്ത പുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടെസ്റ്റും നമുക്ക് എളുപ്പം ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളാണിത്, അത്ര വലിയ ടഫൊന്നുമല്ല. മനസ്സിലായത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചിട്ട് SCl മുക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ വൈറ്റ് ഫ്യൂംസ് വന്നു കഴിഞ്ഞാൽ ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ അമോണിയം കൺഫേംഡായി. അപ്പോൾ 2 കൺഫേമായിട്ട് നിങ്ങൾക്ക് ചെയ്യണം കേട്ടോ. കാറ്റോൺ ആ 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? നെസ്ലേസ് റിയേജൻറ്റ്. രണ്ടാമത്തെ എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഷേക്ക് ചെയ്തിട്ട് ഈ വിരൽ മാറ്റുക കേട്ടോ. മറ്റെന്താ കുഴപ്പമറിയാമോ? ആ ഗ്യാസ് എല്ലാം വെളിയിൽ പോകും. അമോണിയം ഗ്യാസാണ് ഉണ്ടാകുന്നത്, അത് വെളിയിൽ പോകും. പിന്നെ നമുക്ക് ശരിക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ പറയുന്നത് ഞാൻ അടച്ചു പിടിച്ചാൽ മതി. SCl മുക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ മാത്രം ഒന്ന് മാറ്റിയേക്കുക, അത്രയുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് റിസൾട്ട് കാണാം. ആയിക്കോട്ടെ.